ക്ഷോഭിക്കുന്ന യുവത്വം. എന്തുകൊണ്ടാണ് ക്ഷോഭിക്കുന്ന യുവത്വം എന്ന് വിളിക്കപ്പെടുക? ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ സർവേ നടത്തുകയുണ്ടായി. യുവാക്കളുടെ പ്രതികരണശേഷി എങ്ങനെയുണ്ടെന്ന് അറിയുവാനായിട്ട്, യുവാക്കളുടെ യുവതികളുടെയും. ശേഷം റിസൾട്ട് ഇപ്രകാരം വന്നു: ഇന്ത്യയിലെ യുവജനങ്ങൾ ക്ഷോഭിക്കുന്ന യുവത്വത്തിൻ്റെ, പ്രതികരണശേഷിയുള്ള യുവത്വത്തിൻ്റെ ശക്തമായ പോരാളികളാണ്. അതുകൊണ്ട് ആ ടൈറ്റിൽ ഇപ്രകാരമാകട്ടെ, ക്ഷോഭിക്കുന്ന യുവത്വം. അന്ന് അതിൻ്റെ ഐക്കണായിട്ട്, മോഡലുകളായിട്ട് വിശേഷിപ്പിച്ചു വരുന്നത് രണ്ട് പ്രസിദ്ധരായ വ്യക്തിത്വങ്ങളെയാണ്. നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിപ്രശസ്തമായ രീതിയിൽ ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാക്കി അതിൽ നായകനായിട്ട് മാറിയിരുന്ന പൃഥ്വിരാജ് എന്ന വ്യക്തിത്വത്തെയായിരുന്നു. വീണ്ടും ക്രിക്കറ്റ് ലോകത്തിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ നിന്നും പുറപ്പെട്ട് ഇന്ത്യയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ശ്രീശാന്ത് ചെറുപ്പക്കാരനെയായിരുന്നു. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന, നല്ലതിനും ചീത്തയ്ക്കും പ്രതികരിക്കുന്ന ഈ രണ്ട് വ്യക്തികളെയായിരുന്നു അതിൻ്റെ മോഡലുകളായിട്ട് അന്ന് ചിത്രീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ യുവത്വത്തിനെ പ്രതികരണശേഷിയുള്ള യുവത്വമെന്നും ക്ഷോഭിക്കുന്ന യുവത്വമെന്നൊക്കെ വിളിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, കാലഘട്ടം മാറിയപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്നത്തെ യുവത്വത്തെ, ഇന്നത്തെ സമൂഹത്തെ പ്രതികരണശേഷിയില്ലാത്ത യുവത്വമായിട്ട് വിശേഷിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? അതാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കാണുക. 140ഓളം വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ നോക്കി നിൽക്കെ ഒരു ചെറുപ്പക്കാരനെ, 23-24 വയസ്സുള്ള ചെറുപ്പക്കാരനെ ദാരുണമായ പീഡനങ്ങൾക്കൊടുവിൽ, 3 ദിവസത്തെ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ എന്ത് ചെയ്യുകയായിരുന്നു? ഒരാൾ പോലും അവന്റെ ഈ ദാരുണമായ കൊലപാതകത്തിൽ അരുത് എന്ന് പറയുവാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഓരോ വാതിലിന്റെ മുന്നിലേക്കും അവനെ വലിച്ചിഴച്ചുകൊണ്ട് നഗ്നനാക്കപ്പെട്ട് അവൻ നെഞ്ചത്ത് ചവിട്ടി ചുറ്റുമടിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ശക്തമായി പട്ടിണിക്കിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊന്ന് കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടത് എന്താണ്? 140ഓളം വരുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നാളത്തെ ഭാവിയുടെ ഡോക്ടർമാരെന്ന് വിളിക്കപ്പെടുന്ന, വൈദ്യന്മാരെന്ന് വിളിക്കപ്പെടേണ്ടുന്ന ഈ വ്യക്തിത്വങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്താമായിരുന്നില്ലേ? ആരെങ്കിലും ഒരാൾക്ക് പറയാമായിരുന്നില്ലേ അരുത്, നീ ചെയ്യരുതെന്ന് പറയാമായിരുന്നില്ലേ? പക്ഷേ ഒരു മനുഷ്യൻ പോലും, ഒരു ചെറുപ്പക്കാരൻ പോലും, ഒരു ചെറുപ്പക്കാരി പോലും ഈ വ്യക്തിയെ കൊല്ലുന്ന തടഞ്ഞില്ല എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടത് ആർക്കാണ്? അവന്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. വീണ്ടും ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള വലിയ സമ്പ്രദായ നിലകളൊക്കെ എല്ലാ മക്കളും, എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ബോധ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടും സ്വേച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും കൊലകളങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യുവത്വങ്ങളെയാണ്, നമ്മുടെ ചെറുപ്പക്കാരെയാണ്, നമ്മുടെ കുഞ്ഞുമക്കളെയാണ്. എന്ത് വിശ്വസിച്ചാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ ദേവാലയങ്ങളിൽ നിന്നും, നിങ്ങളുടെ കുട്ടികളെ ഹോസ്റ്റലുകളിൽ താമസിപ്പിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക? എൻ്റെ മകൻ സുരക്ഷിതനാണ്, എൻ്റെ മകൾ സുരക്ഷിതയാണ് ഹോസ്റ്റലുകളിൽ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി മരുന്നുകളുടെയും ശക്തമായ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ശക്തമായ രീതിയിൽ മൃഗകളമാക്കി മാറ്റുമ്പോൾ, മൃഗീയമായി മാറ്റുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പ്രതികരണശേഷിയുള്ള ഒരു യുവത്വത്തെയാണ്, പ്രതികരണശേഷിയുടെ തലമുറയെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ യുവത്വത്തെ, ഈ സമൂഹത്തെ പ്രതികരണശേഷിയില്ലാത്ത സമൂഹം എന്നൊക്കെ വിളിക്കുക.